ഏത് സമയത്ത് ആ മരണം വരിക നമുക്ക് ആർക്കെങ്കിലും അറിയോ പ്രിയപ്പെട്ടവരെ? ഇപ്പം ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, മോക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനൊന്നുകൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ എൻ്റെ പ്രസംഗത്തിൽ, കഴിഞ്ഞ റമദാനിൽ എൻ്റെ രണ്ടാമത്തെ പ്രസംഗമാണെന്ന് തോന്നുന്നു, അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. വാപ്പ ആകെ ഒരു മകളേ ഉള്ളൂ. മകൾ കോഴിക്കോട് പഠിക്കുകയാണ്. തിരിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവളെ വിളിച്ചു പറഞ്ഞാണ്, മോളെ പിന്നെ വാപ്പ ഇവിടെ ഉണ്ടാവും, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഒരു പേടിയും പഠിക്കേണ്ട, മെല്ലെ സാവകാശം ഇറങ്ങി വന്നാൽ മതി. അവൾ ട്രെയിന് നിർത്തുന്ന സമയത്ത് എന്താ വെച്ചാൽ ഉറങ്ങിപ്പോയി. അപ്പോൾ ട്രെയിൻ അങ്ങോട്ട് എടുത്തതിന് ശേഷമാണ് അവൾ ഉണരുന്നത്. ഉണർന്ന ഉടനെ എന്ത് ചെയ്യും, ട്രെയിന് മൂവ് ആയി. അപ്പോൾ എന്ന് വെച്ചാൽ ഇവൾ ചാടി ഇറങ്ങിയിട്ട് റെയിൽവേ ട്രാക്കിൻ്റെയും ട്രെയിനിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുടുങ്ങിപ്പോയി. ആ കുട്ടി ഒരു 3 സർജറിയോളം കഴിഞ്ഞു, ഇതുവരെ റിക്കവറായി വന്നിട്ടില്ല. ആ കുട്ടി കഴിഞ്ഞ ദിവസം പിന്നെ ബെഡിലിങ്ങനെ കിടക്കുക, വാപ്പ ഇങ്ങനെ എഴുന്നേൽപ്പിക്കും, ഇരുത്തും, ഈ ഒരു അവസ്ഥയാണ്. എൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ബെഡ് വന്ന് എന്തോ ചെയ്തതാണ്, താഴേക്ക് വീണ് കൈ എന്ത് ചെയ്തു, പൊട്ടി. ഞാൻ പറയണത് വെച്ചാൽ പടച്ചോ നമുക്ക് ഇതൊക്കെ തന്നു, ഇതൊക്കെ എന്തിനാണ് നമുക്ക് തന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ മിംസ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിൻ്റെ 2 നെർവുകളാണെന്ന് എൻ്റെ ഓർമ്മ ബ്ലോക്കായത്. അതിൽ ഒരു നെർവിൻ്റെ ധർമ്മം എന്താ അറിയോ? നിലവിൽ വായിലേക്ക് വെച്ച ഭക്ഷണം അവിടുന്ന് തൊണ്ട നിങ്ങളുടെ താഴ്ത്തിറക്കുക എന്നുള്ളതാണ്. വായിൽ നിറഞ്ഞു നിൽക്കുന്ന ഉമിനീര് ഇറക്കാൻ പറ്റുന്നില്ല, ഒരു ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല, ഒരു നെർവ് സ്റ്റക്കായതാണ്. എന്നിട്ട് ഭാര്യ ഒരു ടവലെടുത്തിട്ട് 2 ഭാഗത്തും തുടച്ചു കൊടുക്കാൻ. നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് വെറുതെ നമ്മൾ രാവിലെ പറയണത്. ഇതൊക്കെ തന്നതാരാ? ഇതൊക്കെ തന്ന പടച്ചോൻ. ഇതൊക്കെ എന്തിനാ നമുക്ക് പടച്ചോൻ തന്നത്? അവന് ശുക്ർ ചെയ്ത് ജീവിക്കാനാണ്, അവന് നന്ദി ചെയ്ത് ജീവിക്കാനാണ്, ആഖിറത്തിന് വേണ്ടി ജീവിക്കാനാണ്. പക്ഷേ ഇതൊക്കെ തന്നാൽ ഇതൊക്കെ മനുഷ്യന്മാരങ്ങോട്ട് മറക്കും, എല്ലാം മറക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളെ തിരൂരിലൊരു സഹോദരൻ, എൻ്റെ പെങ്ങൾ ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമോൻ്റെ സൈഡ് എഫക്റ്റായിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1.5 മണിക്കൂർ ടൈമാണ് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം വയറ്റിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ. നമുക്കാർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. മനോഹരമായ ജീവിതം നൽകി, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നൽകി. ഇതൊക്കെ പടച്ചോൻ തന്നത് പടച്ചോനെ ശുക്ർ ചെയ്ത് ജീവിക്കാനാണ്. എന്നാലും ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മരിക്കുന്ന സമയത്ത്, റൂഹങ്ങട് പിടിക്കുന്ന സമയത്ത് നമ്മൾ പടച്ചോനോട് പറയും, പടച്ചോനെ ഇനി ഞാൻ നല്ലത് ചെയ്യാം.